ഹേ ഗായ്സ്, നമുക്ക് ഓണത്തിനൊക്കെ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. ധാവണിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് നോക്കുന്നത്. ധാവണിക്ക് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് പട്ടുപാവാടയ്ക്കോ അല്ലെങ്കിൽ സാരിക്കോ സെറ്റുമുണ്ടോ എന്തുവാണോ യൂസ് ചെയ്യാം. അപ്പം ഞാൻ നോർമലി എല്ലാവരും ചെയ്യും പോലെ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നതിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം മെയിനായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ബ്രേക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിമ്പിൾസ്, അതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതെല്ലാം നോക്കിയിട്ട് വേണം, അതെല്ലാം നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വേണം ഉറപ്പായിട്ടും മേക്കപ്പ് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ എപ്പോഴത്തെ പോലെ സ്കിൻ കെയറിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി ഫൗണ്ടേഷൻ എടുക്കുന്നില്ല, ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുക്കുന്നുള്ളൂ. കാരണം ഇതിന് ശേഷം നമുക്ക് കൺസീലർ യൂസ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം പണ്ട് പോലെയല്ല, ഇപ്പം ഒരുപാട് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളും അതേപോലെ തന്നെ ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഓവറായി പോകും. അപ്പോൾ ആദ്യം ഫൗണ്ടേഷൻ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺസീലർ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ ചുണ്ടിൻ്റെ രണ്ട് ഭാഗത്തും. പിന്നെ കണ്ണിൻ്റെ ഇതേ കണക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഡിസ്കളറേഷൻ ഫീൽ ചെയ്യുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കൺസീലർ എൻ്റെ സ്കിൻ ടോണിനേക്കാളും കുറച്ചുകൂടി ലൈറ്റാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓക്കെയാണ്. കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും അതൊന്ന് അബ്സോർബായിട്ട് ഒരേ കളറിൽ വരാറാണ് സാധാരണ. ഇപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഷെയ്ഡ് തന്നെയായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐ ഷാഡോ പാലറ്റിൽ നമ്മളൊരു പിങ്ക് കളർ ഷെയ്ഡ്, റോസ് ആൻഡ് പിങ്ക് ആ ഒരു ടൈപ്പ് കളറിൽ വരുന്ന കണ്ണിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാനൊരു ബ്രൗൺ ഷെയ്ഡും കൂടി എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ഈ പിങ്കും ഈ റോസ് കളർ ഇട്ടതിൻ്റെ പുറത്ത് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. ഇപ്പം എനിക്ക് അവിടെ ഹെയർ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളവരൊക്കെ നല്ല തിക്കായിട്ട് കുറച്ചുകൂടിയൊക്കെ തിക്കായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ത്രെഡെങ്കിലും ചെയ്യുക. നിങ്ങളൊരു ഓണം ഫംഗ്ഷൻ അതേപോലത്തെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ത്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരുപാട് ത്രെഡ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഈ തലവേദന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യാനായിട്ട് മടിക്കാറാണ് പതിവ്. കാരണം നമ്മൾ ഈ ത്രെഡ് ചെയ്ത് 2 ദിവസത്തേക്ക് എനിക്ക് നല്ല തലവേദന ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ അത് പേടിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഹെയർ റിമൂവർ, നമ്മളെ ഈ ബ്ലൈഡ് പോലത്തെ ഇല്ലേ, അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പം അതും ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. കാരണം ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളെ ഹെയർ, നമ്മൾ ഐബ്രോസ് ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായി അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐലൈനർ എടുത്തിട്ടുണ്ട്. ഐലൈനർ കുറച്ചുകൂടി ഒന്ന് നമ്മളെ ഈ ഒരു നാടൻ ടൈപ്പ് ലുക്കിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഐലൈനർ എടുത്തിട്ടുണ്ട്. ഐലൈനർ എടുത്ത് കണ്ണിൽ നന്നായിട്ട് കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഞാൻ വാലൊക്കെ ഇട്ടാണ് വരച്ചു കൊടുക്കുന്നത്. കാരണം കുറച്ചുകൂടി ഈ ധാവണിക്കൊക്കെ വാലിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വാലിട്ട് കണ്ണെ വരച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കാജലെടുത്തിട്ട് കണ്ണിൻ്റെ അകത്ത് താഴെ വാട്ടർ ലൈനിൽ 2 കണ്ണിലും വാട്ടർ ലൈനിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്, 2 കണ്ണിലും. അപ്പം കുറച്ചുകൂടി ഒന്ന് കണ്ണ് നന്നായിട്ട് ഇരിക്കാനായിട്ടാണ്. അതിനുശേഷം നമ്മുടെ ഈ കണ്ണിൻ്റെ അടിഭാഗത്ത്, അതായത് നമ്മുടെ ഈ വാട്ടർ ലൈൻ താഴെ ഒന്നും കൂടി നമ്മൾ ഐലൈനർ വെച്ച് നമ്മുടെ ഈ വാലിൽ കൂടെ വരച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതും കൂടെ വരച്ചു കൊടുക്കുകയാണ്. വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നല്ല കോർണറും ഒക്കെ ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐലൈനർ എല്ലായിടത്തും ആവാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കാജൽ വെച്ചൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ. അതിന് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ലൈനിൽ വരച്ച ഭാഗത്ത് വാട്ടർ ലൈനിന് മുകളിൽ കൂടി ഒന്ന് കാജൽ വെച്ച് വരച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നല്ല കണ്ണ് നല്ല എറിച്ച് നിൽക്കും. അതൊരു കണ്ണൊന്ന് എടുത്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതും കൂടി വരച്ചു കൊടുക്കുകയാണ്. ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ബ്ലഷ് നിങ്ങൾ കൂടുതലും ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണുമായിട്ട് മാച്ചായി പോകുന്നൊരു, ഇപ്പം റെഡ് ഇല്ലെങ്കിൽ ഫേസൊക്കെ ഒന്ന് റെഡ് ആവണവർക്കാണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ആയിരിക്കും നന്നായിട്ട്. ചിലർക്ക് പീച്ച് കളർ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഷെയ്ഡ് നന്നായിട്ട് മാച്ചായിട്ടിരിക്കും. അപ്പോൾ അത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു പീച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പിങ്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്.
ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ബ്ലഷ് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈലൈറ്റർ യൂസ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ഒരു നൈറ്റ് ഫങ്ഷൻ ഇല്ലെങ്കിൽ ലൈറ്റൊക്കെ കൂടുതലായിട്ടുള്ള പ്രോഗ്രാമൊക്കെ ഒരു ഓഡിറ്റോറിയം അങ്ങനെയുള്ള പുറത്തല്ലാണ്ട് നടത്തുന്ന പ്രോഗ്രാമിനൊക്കെ ആണെങ്കിൽ ഫേസ് നന്നായിട്ടൊന്ന് നിൽക്കാനായിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെയും ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ ചെറിയ തോതിലേ യൂസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ചെറിയ തോതിലൊന്ന് യൂസ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റർ എടുക്കുമ്പം ശ്രദ്ധിക്കുക, അത് ചിലർക്ക് നമ്മൾ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ പോകണമെന്നില്ല. ചില ഹൈലൈറ്ററിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് എമൗണ്ടിലെടുത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ തൂത്ത് കളഞ്ഞാൽ പോവുകയെന്ന് വരില്ല. നമ്മുടെ മേക്കപ്പ് ചെറുതായിട്ടൊന്നും കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത് പോരാൻ തോന്നി രണ്ടാമത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ലിപ്സ്റ്റിക് ഇടുകയാണ്. ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങളെ സ്കിൻ ടോണിന് മാച്ചായി ഏത് ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലൈറ്റ് ആണെങ്കിലും ന്യൂഡ് ആണെങ്കിലും പെൻ ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഏത് ലിപ്സ്റ്റിക് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ബ്രാൻഡിന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് പേഴ്സണലി തോന്നി. അതുകൊണ്ട് ഞാൻ ഡാർക്ക് ഷെയ്ഡ് എടുത്തു. അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് അടുത്ത് ഏറ്റവും പേടിയായിട്ടുള്ള സംഗതിയാണ് ഐലാഷസ് വയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അതേപോലെ തന്നെ ഐല് ലെൻസ് വയ്ക്കാനും ഇത് രണ്ടും എനിക്ക് ഭയങ്കര പേടിയായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കണ്ണിൽ ചെയ്യുന്നതുകൊണ്ടാണോ, ഇനി ആരെങ്കിലും ചെയ്ത് തന്നാൽ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ സ്വന്തം കണ്ണിൽ വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ലെൻസൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല പേടിയാണ്. വച്ചിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറ്. കാരണം ഭയങ്കര പേടിയാണത് വയ്ക്കുമ്പോഴത്തേക്ക്. പക്ഷേ ഇന്ന് കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ ഇത്തിരി ഐലാഷസ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. വച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒക്കെയാണ്. പക്ഷേ എന്തോ ഒരു അപാകത ഫീൽ ചെയ്യുന്നു വച്ചിട്ട്. അതുകൊണ്ട് ഞാൻ വച്ചു. അതിനുശേഷം ഞാൻ മസ്കാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സാധനം അവിടെ ഇരിപ്പുണ്ട്. ഐലാഷസൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അതാണ് മെയിൻ, ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും എനിക്ക്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പേടി കൊണ്ടാണോ ഇനി വച്ചത് ശരിയായില്ല അങ്ങനെ മനസ്സിൽ ഇപ്പം നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ അതുകൊണ്ടാണ്. നിങ്ങൾ ഒരുപാട് എന്താ പറയുക, എന്നിട്ട് കോളേജിലെ ഫങ്ഷനൊക്കെയാണ്, ഒരുപാട് നിങ്ങൾ വെയിലൊക്കെ കൊള്ളും വിയർക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ ലാഷസ് വയ്ക്കാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം ഇതിൻ്റെ ഗ്ലൂ ഒക്കെ നമുക്ക് നമ്മൾ വിയർക്കാണെങ്കിൽ ചിലപ്പോൾ കണ്ണിലൊക്കെ പോകും. അതൊക്കെ ഒട്ടും നല്ലതായിട്ടുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നില്ല. മസ്കാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് 2 കണ്ണിലും. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ലാഷ് ഒരേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതുകൊണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ധാവണി ലുക്കിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിനിടെ ഞാൻ പൊട്ടും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. ഒരു ഗോബി ടൈപ്പ് ചെറിയൊരു പൊട്ടും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വിട്ടുപോയതാണ്. അതിനുശേഷം ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഹെയർ സ്റ്റൈല് കുറച്ച് വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫ്ലവർ, ഈ പൂവൊന്നും വയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, പിന്നെ ഫങ്ഷനൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കാനായിട്ട് പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം സെൻറ്റർ പാർട്ടീഷൻ എടുക്കാം. അതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് എടുത്തതിന് ശേഷം 2 ഭാഗത്തോട്ടാക്കിയല്ലോ, അതിൽ നിന്ന് 2 സെക്ഷൻ, ഓരോ സൈഡിൽ നിന്ന് ഓരോ സെക്ഷനായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒരു സെക്ഷനും കൂടെ എടുക്കുകയാണ്. 2 സൈഡിൽ നിന്നുമായിട്ട് വീണ്ടും അത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ ഫേസിൻ്റെ സൈഡിലോട്ട് കുറച്ച് ഹെയർ എനിക്കത് ഇഷ്ടമായിട്ട് ഇടുകയാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ബാലൻസ് വന്നിട്ടുള്ള ഹെയർ എല്ലാം കൂടി ബാക്കിലൊരു ബാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള മുടിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെക്ഷനാക്കി മാറ്റിയില്ലേ, അതിൽ ഒരു സൈഡിലത്തെ ആദ്യം ഒരു സെക്ഷൻ എടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കോംബ് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത് വരണം. എന്നിട്ട് നമ്മൾ ബാക്കിൽ വെച്ചൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് അടുത്ത സൈഡിലതോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അടുത്ത സൈഡിലത് ഇതേ കണക്ക് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടത്. നമ്മൾ എടുക്കുക, മുകളിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് വരിക, നമ്മളൊന്ന് ലൂസാക്കി ട്വിസ്റ്റ് ചെയ്തത് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്തതിന് ശേഷം അടുത്ത് വെച്ച് ക്ലിപ്പ് ചെയ്യുക. ഇത് തന്നെയാണ് ഒരേ സൈഡിൽ എടുത്തിട്ടുള്ള നമ്മൾ മൊത്തത്തിൽ 4 സെക്ഷൻ എടുത്തിട്ടുണ്ട്. അതിൽ ഓരോ സെക്ഷനും ഇങ്ങനെ തന്നെയാണ് ചെയ്ത് ബാക്കിലോട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കും. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാണുമ്പം ക്ലിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക, ബൺ ചെയ്യുക. ബാക്കി ബാൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മുടിയെല്ലാം കൂടി നമ്മളെന്ത് ചെയ്യുക, ബൺ ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ഇരിക്കുന്ന രീതിയിൽ, നല്ല ഇറുകി കുറച്ചൊന്ന് ചപ്പിരിക്കുന്ന രീതിയിൽ നമ്മളെന്ത് ചെയ്യുക, ബൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
നമ്മൾ നന്നായിട്ട് യുപിൻ എന്താണെന്ന് വെച്ചാൽ വെച്ച് നമ്മൾ നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് യുപിൻ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ലേസ്, നമ്മൾ ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ലേസ്, കുറച്ച് ഹാങ്ങിങ്സ് ഉള്ള ലേസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയല്ല ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ട. അപ്പോൾ ഇതേ കണക്ക് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പം വേറൊരാളെ ഹെയറിൽ, എൻ്റെ സിസ്റ്ററിൻ്റെ ഹെയറിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ എനിക്ക് സിസ്റ്ററാണ് ചെയ്ത് തന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇത് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും ഒരാൾക്ക് ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. കാരണം ഇത് ശരിക്കും നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തില്ല. അതേപോലെ ശരിക്കും ഇത് മനസ്സിലായി നമ്മൾ ബണ്ണൊന്ന് നേരെ ചെയ്താലേ ഇത് ശരിക്കും നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം എൻ്റെ സിസ്റ്ററാണ് ചെയ്തു തന്ന, പുള്ളിക്കാരിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു തന്നു. ലേസ് തികഞ്ഞില്ല, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഹെയറിൽ ചെയ്തതും കൂടി ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ വേറെ ആരെങ്കിലും ചെയ്ത വീഡിയോ കുറച്ചുകൂടി ഭംഗിയുള്ളതാണെങ്കിൽ അതും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ ഞാൻ കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആക്സസറീസ് ചെയ്യാണ്. നമ്മൾ ആദ്യം ഒരു ചോക്കർ ടൈപ്പ് വരുന്ന ഒരു നെക്ക് പീസ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ചോക്കർ ടൈപ്പ് വരുന്ന നെക്ക് പീസ് ഉണ്ട്, അത് നമ്മളൊന്ന് വെയർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കമ്മലും മാട്ടി, നമ്മളിവിടെ മാട്ടി എന്നാണ് കേട്ടോ ഈ സംഗതിയെ പറയുന്നത്. നിങ്ങളങ്ങോട്ട് എങ്ങനെയാണ്, അല്ല നിങ്ങളവിടെ എങ്ങനെയാണ് പറയണതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ മാട്ടി എന്നാണ് പറയുന്നത്. അതും കൂടി നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കുപ്പിവള, ഞാനിപ്പം പിങ്ക് കളറ് ധാവണിയാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ പീസ്റ്റൽ ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീൻ കളറ് ദുപ്പട്ട വെച്ച് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഡ്രസ്സിൽ തന്നെ ഗ്രീനും അതിൻ്റെ കൂടെ ഒരു ഓറഞ്ചും കൂടിയാണ് ഡിസൈൻസ് വരുന്നത്. അതുകൊണ്ട് ഓറഞ്ചും ഗ്രീനും വരുന്ന കുപ്പിവളയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടി അടിപൊളി ലുക്കായിരിക്കും. അതിന് ശേഷം ഞാനൊരു നെറ്റിച്ചുട്ടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും അങ്ങനെയാണോ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, നെറ്റിച്ചുട്ടി എന്നാണോ പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ആ സംഗതി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഹെയറും മേക്കപ്പും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.